ഖൽവതുനാ മുഈനുദ്ദീൻ ഉസ്വതുനാ വഗൗസുൽ കുല്ലി ഉംദതുനാ വലിയുൽ ഹിന്ദ് അജ്മീരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യ സമൂഹത്തെ പടച്ചു. ഓരോ കാലഘട്ടത്തിലേക്കും ഓരോ സ്ഥലത്തേക്കും ഓരോ നിലവാരമുള്ള പണ്ഡിതന്മാരെ നമുക്ക് അയച്ചു തന്നു. നമ്മുടെ ഇന്ത്യയിലേക്ക് അഭിമാനമായിക്കൊണ്ട് അന്നും ഇന്നും ഇനിയുള്ള കാലങ്ങളിലും അഭിമാനമായിക്കൊണ്ട് കിട്ടിയ ഒരേ ഒരു അഭിമാനത്തിന്റെ ഉടമയാണ് ഹിജ്റ 1143 മുതൽ 1236 വരെ നമ്മുടെ ഈ ഇന്ത്യയിൽ അവിടുന്ന് ഭരിച്ച, അവിടുന്ന് എല്ലാവരും വലിയായി കണ്ടുകൊണ്ടിരുന്ന മഹാനവറുകൾ. അതാരാ? സയ്യിദിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട അജ്മീർ ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തി. പരിശുദ്ധ അജ്മീറിലേക്ക് നിങ്ങൾ ചെന്നാൽ ആ മഹാനായ ഖാജാ തങ്ങൾ 40 വർഷത്തോളം അവിടെ നിന്ന് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത ഒരു ഗുഹ കാണാം. ആ ഗുഹയിലേക്ക് നിങ്ങൾ കടന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആ പാറയിൽ നിന്ന് ഇതാ ഒരു കൂർത്ത മുനകൾ കാണാം. ഇതെന്തേ മുന വരാനുള്ള കാരണം എന്താ? ഇതെന്തേ പാറ എന്താ ഇങ്ങനെ മുനയാകാനുള്ള കാരണം? ഇത് ഖാജാ തങ്ങള് അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് അവിടുന്ന് 40 വർഷത്തോളം ഗുഹയിൽ നിന്നപ്പോ അവിടുന്ന് കരയുന്നത് കണ്ട് ഈ പാറയും കരഞ്ഞതിന്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. പാറയും ഖാജാ തങ്ങളെ കരച്ചിൽ കണ്ട് കരഞ്ഞതിന്റെ അടയാളമാണത്രേ. ആരാണ് ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു? അനാസാഗർ തടാകം അറിയില്ലേ? അജ്മീറിലേക്ക് പോയവർക്ക് അനാസാഗർ തടാകം അറിയാതിരിക്കില്ല. വലിയ തടാകമാണ്. ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി പരിശുദ്ധ മദീനയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം വന്നില്ലേ? അവിടുന്ന് നിർദ്ദേശം വന്നില്ലേ? ഇദാ ബഅലകൽ ഹിന്ദ്, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോയിക്കോ, അങ്ങ് ഇന്ത്യയിലേക്ക് നിങ്ങൾ പോയിക്കോ. അങ്ങനെ ഇന്ത്യയിലേക്ക് പ്രബോധനത്തിന് വേണ്ടി വന്നില്ലേ ശൈഖ് മുഈനുദ്ദീൻ? പാവങ്ങളുടെ അത്താണിയാണ്, ഗരീബ് നവാസ്. അതാ പരിശുദ്ധമായ അജ്മീറിലേക്ക് വരികയാണ്. ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കുകയാണ്. അന്ന് അജ്മീർ ഭരിച്ചിരുന്ന പൃഥ്വിരാജ് രാജാവുണ്ടല്ലോ, അവിടുന്ന് പൃഥ്വിരാജ് രാജാവ് അറിയുകയാണ് ഇവിടെ അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ ഒരാള് വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ ഒരാള് വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ അവിടുന്ന് അനുയായികളെ അയക്കുകയാണ്. അവിടുന്ന് ഹദറത്ത് ഖാജാ തങ്ങളെ ഹദറത്തിലേക്ക് അയക്കുകയാണ്. എന്തിനാണ് അയക്കുന്നതെന്നറിയോ? അവിടുന്ന് അയച്ചുകൊണ്ട് അവര് ഖാജാ തങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് ഇബാദത്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ അനാസാഗർ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ആരോടാ പറയുന്നത് പ്രിയമുള്ളവരെ? മഹാനവരുടെ ഹളറത്തിലുണ്ടാകുന്ന എല്ലാ മൃഗങ്ങളും അവിടെ അങ്ങ് ഇരുന്നു പോയി. ഇത് കേട്ടപ്പോൾ മഹാനവരുടെ ഹളറത്തിലുണ്ടായിരുന്ന മുഴുവൻ മൃഗങ്ങളും അങ്ങ് ഇരുന്നു പോയി. ഇവർക്ക് വല്ലാതെ ബേജാറായി, വല്ലാതെ ടെൻഷനായി. ഇതെന്തേ മൃഗങ്ങളൊന്നും അനങ്ങാത്തത്? അങ്ങനെ ഖാജാ തങ്ങളോട് പോയിട്ട് മാപ്പ് ചോദിക്കുകയാണ്.
സുൽത്താൻ ഹിന്ദിനോട് മാപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ മാപ്പ് ചോദിച്ചപ്പോൾ ആ മൃഗങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അവരുടെ സ്വഭാവം എടുത്തു. എന്തേ അവര് പിന്നെയും രണ്ടാമതും പറഞ്ഞു, നിങ്ങളെ അനാസാഗര തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. പിന്നെയും ധിക്കാരം കാണിക്കുകയാണ്, പിന്നെയും അവിടത്തേക്ക് ധിക്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ഖാജാ തങ്ങൾ ഖാദിമിനെ വിട്ടുകൊണ്ട് പറഞ്ഞു, ഒരു കപ്പ് വെള്ളം ആ അനാസാഗര തടാകത്തിൽ നിന്ന് എടുത്തു വരണമെന്ന് പറഞ്ഞപ്പോ ഖാജാ തങ്ങൾ ഖാദിം അവിടെ നിന്ന് എടുത്തു വരുന്ന സമയത്ത് അനാസാഗര തടാകത്തിലെ വെള്ളം വരണ്ടുപോയി, അവിടുന്ന് വറ്റിപ്പോയി. മൃഗങ്ങളെല്ലാം അനാഥരായി പോയി, മനുഷ്യർക്ക് വെള്ളം കിട്ടാതായി പോയി. ഇതൊക്കെ കണ്ടപ്പോ രാജാവിന് മനസ്സിലാകുകയാണ്, പൃഥ്വിരാജ് രാജാവിന് മനസ്സിലാക്കുകയാണ്, എന്റെ അടുക്കലാണ് തെറ്റ്. അങ്ങനെ പോവുകയാണ് ഹളറത്തെ ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖാജാ മുഈനുദ്ദീൻ തങ്ങളെ ഹദറത്തിലേക്ക് ചെന്നിട്ട് അവിടുന്ന് മാപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ ഖാജാ തങ്ങളെ അംഗീകരിക്കുകയാണ്, അവിടുത്തെ കൊണ്ടുവന്ന ദീനിനെ സ്വീകരിക്കുകയാണ്, അവിടുന്ന് ഷഹാദത്ത് ചൊല്ലി സ്വീകരിക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് ആ കൊപ്പിലുണ്ടായിരുന്ന വെള്ളം അനാസാഗര തടാകത്തിലേക്ക് ഒഴിച്ചപ്പോ അവിടെ നിന്ന് വെള്ളങ്ങളെല്ലാം അധികരിക്കാൻ തുടങ്ങി. വെള്ളങ്ങൾ അധികരിച്ചു പോയി, അനാസാഗര തടാകം നിറഞ്ഞുപോയി. ഇങ്ങനെ ഒരുപാട് വലിയ കറാമത്ത് കാണിച്ച പണ്ഡിതനല്ലേ, ഔലിയാല്ലേ ഖാജാ മുഈനുദ്ദീൻ. അതല്ലേ ആദ്യം പാടിയത്, വലിയുല്ലാഹി ഖുദ്വതുനാ മുഈനുദ്ദീൻ ഉസ്വതുനാ വഗൗസുൽ കുല്ലി ഉംദതുനാ വലിയുൽ ഹിന്ദ് അജ്മീരി. എങ്ങനെയാണ് ആ അജ്മീർ ഖാജാ തങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ നന്നാക്കുമാറാവട്ടെ. എങ്ങനെയാ അവര് നേരിട്ടത്? എങ്ങനെയാ പൃഥ്വിരാജ് രാജാവിനോട് നേരിട്ടത്? എങ്ങനെയാ? അവിടുന്ന് ആയുധങ്ങളുമായി വന്ന പൃഥ്വിരാജ് രാജാവിന്റെ എതിരാളികളോട് ഒരു ആയുധമില്ലാതെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് കണ്ട അവര് ആയുധങ്ങൾ നിലത്ത് വെച്ച് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ, എനിക്കൊരായുധത്തിന്റെയും ആവശ്യമില്ല, എന്റെ കയ്യിൽ ഒരായുധമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഈമാന്റെ പവർ കൊണ്ട്, അവിടുത്തെ മദ്ഹ് പറഞ്ഞതിന്റെ കാരണം കൊണ്ട് ഞങ്ങളെയും വിജയിപ്പിച്ചെരുമാറാവട്ടെ. നോക്കങ്ങളെ കൊണ്ട് അവിടുന്ന് വിജയം കൈവരിച്ചവരല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തേക്ക് സിയാറത്ത് ചെയ്തുകൊണ്ട് നാളെ അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.